പടം ഒരു കോമഡി പടമാണ്. പിന്നെ ബിജുമേനോന്റെ ആയാലും സുരേഷിന്റെ ആയാലും ഗംഭീര പ്രകടനം. ഒരു ഇന്റർവെൽ പഞ്ചൊക്കെ വന്നപ്പോൾ ഒരു അയ്യപ്പൻ കോശി ലെവല് വരുമെന്ന് വിചാരിച്ചു. ആ ലെവലല്ല, ഇത് വേറൊരു കോമഡി ട്രാക്കിൽ കൂടെ നല്ല രസമായിട്ട് ഇരിക്കാവുന്ന ഒരു നല്ല പടം. അടിപൊളിയാണ്. അടിപൊളിയായിരുന്നു. സുരാജനും നൗഷാദ്, സുദീപ് കുമാർ അഭിനയിച്ച എല്ലാവരും വളരെ ഗംഭീരമായിട്ട് തോന്നി. നല്ല ഹ്യൂമർ ഉണ്ടായിരുന്നു, നല്ല കഥയാണ്, നല്ല ഒരു നടന്ന സംഭവമായിട്ട് തോന്നി. പടം കൊള്ളാം. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പത്തായ സംഭവം നടക്കുന്ന കാര്യങ്ങളാണ്. നല്ല പടം, നല്ല പടം. അടിപൊളി. സുരാജേട്ടൻ വേറെ കാര്യമല്ലേ. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര ഹാപ്പിയാണ്. എല്ലാരും പോയി കാണാം. എങ്ങനെയുണ്ടായിരുന്നു ബിജു അങ്കിളിന്റെ കൂടെ ചെയ്തപ്പോൾ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഫണ്ണായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഞാൻ എപ്പോഴും കളിക്കായിരുന്നു. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു പടം? നല്ല അടിപൊളി. എൻ്റെ സൂപ്പറാക്കി കാണാൻ രസമായിട്ട് ബിജുവേട്ടനും സുരാജ് ഞങ്ങൾ നന്നായിരുന്നു. ചേച്ചി പടം എങ്ങനെയായിരുന്നു? ചേച്ചി പടം എങ്ങനെയായിരുന്നു? പടം എങ്ങനെയായിരുന്നു? പടം ഇഷ്ടമായോ? സുരാജനും ബിജുവേട്ടനും എങ്ങനെ ഉണ്ടായിരുന്നു? ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല മൂവിയാണ്, ഫാമിലി ആയിട്ട് എന്തൊക്കെയാണ്. എങ്ങനെയുണ്ട് രണ്ടുപേരുടെ പെർഫോമൻസ്? അടിപൊളി, സൂപ്പർ. പടം അടിപൊളി. എല്ലാവരും കണ്ടോ? ഇതൊരു കാണേണ്ട സംഭവം തന്നെയാണ്. കാരണം ഒരുപാട് ഇൻഫർമേഷൻ തരുന്നുണ്ട്. പിന്നെ എൻ്റർടൈനിങ് ആണ് ഓഫ് കോഴ്സ്. പിന്നെ ഞങ്ങൾ ക്രൂ ആണെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ചാണ് വിഷയങ്ങളൊക്കെ കൂടി ഒരു ഫാമിലി പോലെയായിരുന്നു ത്രൂ ഔട്ട് ലൊക്കേഷനിൽ. മൊത്തത്തിൽ ഹാപ്പിയാണ്. കാരണം പടം കണ്ടിറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. നിങ്ങൾ കണ്ടോ പടം? അതെ, പാൽത്തുവിന് ശേഷം എനിക്ക് നല്ലൊരു റോൾ ഇപ്പം വന്നതും എനിക്ക് സന്തോഷമുണ്ട്. കൂടുതൽ എന്ത് പറയണമെന്ന് അറിയത്തില്ല. എങ്ങനെയുണ്ടായിരുന്നു സുരാജേട്ടൻ്റെയും ബിജുവേട്ടൻ്റെയും കൂടെയുള്ള ആ ഒരു എക്സ്പീരിയൻസ്? സുരാജേട്ടൻ്റെ എനിക്ക് വിഷേൻ്റെ സുരാജേട്ടനായിട്ട് കുറച്ച് സീനേ ഉള്ളായിരുന്നു. പക്ഷെ കൂടുതലും ലിജോ മോളുമായിട്ടുള്ള സീനായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പക്ഷേ ആ ചെറിയ സമയത്താണെങ്കിലും വിഷേൻ്റെ സുരാജേട്ടനൊക്കെ വെച്ചാൽ നമ്മുടെ ആർട്ടിസ്റ്റുകളെ നമ്മുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് അത്രയും സീനിയർ ആണെന്നുള്ള നമുക്ക് പേടിയായിരുന്നു ആദ്യം. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നമ്മുടെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. സബ്ജക്റ്റുകാർക്ക് കേൾക്കാൻ വരാത്ത സബ്ജക്റ്റൊന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഫാമിലി ആയിട്ടാണെങ്കിലും കണ്ടു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഫാമിലി ഓഡിയൻസിനാണെങ്കിലും ഇഷ്ടപ്പെടും. ഫണ്ണാണ്, എൻ്റർടൈനിങ് ആണ്, നല്ല ആക്ഷനുണ്ട്, നല്ല പാട്ടുകളുണ്ട്. നിങ്ങൾ കണ്ടോ പടം? ഇഷ്ടപ്പെട്ടോ? കോമഡിയൊക്കെയാണല്ലോ ആളുകൾക്ക് വർക്ക് ആവുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം. നല്ല കൈയടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഇതിൽ മായ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. മായ പോലീസാണ് കോൺസ്റ്റബിൾ. അവരുടെ കോമ്പിനേഷൻ എനിക്ക് കിട്ടിയ കോമ്പിനേഷൻ ഉണ്ട്. എൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അത് തന്നെ രണ്ടുപേരും കോമ്പിനേഷൻ ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര കൂളായിരുന്നു. നല്ല എന്താ പറയുക, ടെൻഷനൊന്നും ഇല്ലാതെ നല്ല കൂളായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. ഓഡിഷൻ ടൈമിലുണ്ട് സെയിം സംഭവം, ഓഡിഷൻ്റെ സെയിം സംഭവം തന്നെ ഇവിടെ ചെയ്തത്. പിന്നെ നമ്മൾ ഓഡിഷന് അവരൊന്നുമില്ലല്ലോ കൂടെ, ഓഡിഷൻ അവരൊന്നും നമ്മുടെ കൂടെ ഇല്ല. നമ്മൾ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ചില്ലായിട്ട് ചെയ്യാൻ പറ്റി. അതാണ് അവരുടെ മെയിനായിട്ട് എനിക്ക് കൂടായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെന്താ, നല്ല ഹാപ്പി തന്നെയാണ്. പടം കുഴപ്പമില്ല, നല്ല പടം, അടിപൊളിയായിട്ട് ഇരുന്ന് കാണാൻ വേണ്ടി നല്ലൊരു ഫീലാണ്. നല്ല പടം, കോമഡി ആയിട്ട് നല്ല ഡിങ്കൻ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ച്. പിന്നെ ബിജു മേനോനും നല്ലതായിട്ട് അഭിനയിച്ച്. കോംബോ നല്ലതാണ്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പോൾ ഈ പടം എല്ലാവരും വന്ന് കാണട്ടെ, അഭിപ്രായം പറയട്ടെ. ഈ പടം നല്ലപോലെ വിജയിക്കട്ടെ. സിനിമ അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഫാമിലിക്ക് പറ്റിയൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ വന്ന് കാണുക. അവരുടെ ക്ലാഷൊക്കെ സിനിമയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്, സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ച്. സോ സിനിമ കാണാൻ അവരോട് അഭിനയിച്ചപ്പോൾ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം
നമ്മൾ ഇപ്പോൾ ക്യാമറയൊക്കെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഫ്രെയിം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ള ചില ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ വിജയേട്ടൻ്റെ അടുത്ത് നിന്നൊക്കെ കുറേ എന്താ സജഷൻസ് ഒക്കെ തന്നു ആൾ. അപ്പം അതുകൊണ്ട് ചില സീൻസൊക്കെ നല്ല ഇമ്പ്രൂവ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.